നാശം പിടിച്ചവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെ വല്യമ്മേ, നിങ്ങളുടെ മോൾ എവിടെ പോയി? എടാ, വല്യമ്മേന്ന് വിളിച്ചാലുണ്ടല്ലോ ചെരുപ്പൂരി അടിക്കും ഞാൻ. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കടാ. ഇത്രയും പ്രായമായാലും വായലനാക്കാൻ ഒരു കുറവില്ലല്ലോ. എന്ത് കാര്യത്തിനാ ഇവിടെ വന്നിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നേ. ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ അതിനെ കുറിച്ച് തന്റെ അടുത്ത് വന്നിട്ട് കുറച്ചു നേരം ചർച്ച ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് സംസാരിച്ചല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ വന്നത്? ജോലി പോയിട്ടും നിനക്ക് അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ. എന്തിനാ വന്നിരിക്കുന്നെന്ന് മാത്രം പറഞ്ഞിട്ട് പോയിക്കോ. ഓണറാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ജോലിന്ന് പറഞ്ഞു വിട്ടെന്ന് കരുതി അപ്പൊ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നാലെങ്ങനെ? ആ വണ്ടിയുടെ ചാബി ഇങ്ങതായോ, അതും കൊണ്ട് വേണമെങ്കിൽ തിരിച്ചു പോകാനായിട്ട്. എടാ, എന്റെ മോളുടെ സ്കൂട്ടർ നിനക്കെതിരാടാ തരുന്നേ. ഹലോ, ആ സ്കൂട്ടർ ഉണ്ടല്ലോ, നിങ്ങളുടെ മോള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ് വെച്ച് വാങ്ങിച്ചതൊന്നും അല്ല. ഓണർ ഇവളുടെ കാര്യത്തിൽ പാവം തോന്നി പിച്ചയായിട്ട് കൊടുത്തതാ. ഇപ്പൊ ഇവളോട് അങ്ങനെ പാവം തോന്നുന്ന ആരുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ആ ഓണർ മാത്രമാ. അയാൾ പോലും ഇപ്പൊ ഇവളുടെ കാര്യത്തിൽ കലി തുള്ളി നിക്ക. വിജയ്, ഇപ്പൊ ആ സ്കൂട്ടറിന്റെ ചാബി തരുന്നോ ഇല്ലയോ? എന്റെ അമ്മ, ഇവളെയൊന്ന് വിജി, നിനക്ക് ഓർമ്മയുണ്ടാവൂലോ അല്ലേ? നീ ഈ നാട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാനാ. അതേ ഞാൻ തന്നെ ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ഇനി ഒരു 1-2 ദിവസം സമയം തരും. അതിനുള്ളിൽ വീട് കാലിയാക്കി ഇവിടുന്ന് പൊക്കോണം. നിനക്ക് പകരം അവിടെ വേറൊരു പെൺകൊച്ച് ജോലിക്ക് കയറാൻ പോവാ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനിയിപ്പോ അവിടെ ഇവിടെയും കറങ്ങി നടക്കാനായിട്ട് സ്കൂട്ടറും ഇല്ല, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടും ഇല്ല. കുടുംബത്തിലുള്ളവരൊക്കെ വല്ല പ്ലാറ്റ്ഫോമിൽ വരുന്ന പിച്ച കണ്ടി ജീവിക്കും. എടാ, ഒരു അക്ഷരം ഇന്ത്യയിലുണ്ടല്ലോ, ആരോട് സംസാരിക്കുന്നത് നിനക്ക് ഓർമ്മ വേണം. മര്യാദക്ക് പൊക്കവിടുന്ന്, ഇല്ലെങ്കിൽ ചൂലെടുത്ത് അടിക്കും ഞാൻ. ഹലോ, വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. മര്യാദക്ക് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഞാൻ തിരിച്ച് 2 വർത്താനം പറഞ്ഞാൽ നിങ്ങളത് താങ്ങില്ല. എന്താ പറയാ? മാഡോ, ഓ നീ എഴുന്നള്ളിട്ടുണ്ടോ? നീ ചെയ്തതിനൊക്കെ എപ്പോഴാ തരണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ഇപ്പൊ നേരിട്ട് വന്നല്ലോ, നിനക്ക് ഞാൻ തരാടി. എന്താ എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? അല്ല, എന്നോട് അതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഞാനെന്താ ചെയ്തേ? ഞാനൊന്നും മിണ്ടാതെ ഇവിടെ നിൽക്കായിരുന്നില്ലേ? ആര്? നീയോ? നിന്നെ പോലെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? എന്റെ മോള് നിന്നോട് എന്ത് ദ്രോഹ ചെയ്തത്? നിങ്ങളൊക്കെ കൂടി പ്ലാൻ ചെയ്ത് എന്റെ മോളുടെ ജോലി ഇല്ലാണ്ടാക്കി അവിടുന്ന് ഓടിച്ചു വിട്ടല്ലേ? ഇപ്പൊ സമാധാനായല്ലോ നിങ്ങൾക്ക്? നീയൊക്കെ എന്ത് ജന്മാടി? അമ്മേ, പാളം വെക്കല്ലേ, വീടമ്മേ. എല്ലാരും ശ്രദ്ധിക്കുന്നു. അവളോട് കുറച്ച് പറയണോ എനിക്ക്? ഇവളെ ഞാൻ വെറുതെ വിടില്ല. എവിടുത്തെ കിട്ടിയിട്ട് നിനക്ക് ഈ ദുഷ്ടബുദ്ധി? എന്റെ മോള് വേറെ ആരുടെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചോണ്ടിരിക്കുന്നവളാ. എന്തൊക്കെയോ നുണകൾ പറഞ്ഞു കൊടുത്ത് ആ ഓണറെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളാ ജോലിന്ന് പുറത്താക്കിയില്ലേ നിങ്ങള്? നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടി. എടാ, നിനക്കും കൂടിയാടാ ഞരമ്പ് രോഗി. ഞരമ്പ് രോഗിന്നോ? വെറുതെ ഞരമ്പ് രോഗി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. പിന്നെ ഞാനും എന്നെ വായത്തൊന്നൊക്കെ വിളിച്ചു പറയും. മാഡം നോക്കിയേക്കാം, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും മാഡം. നോക്ക്, എന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. നീ എന്ത് സംസാരിക്കൂടി? എന്ത് സംസാരിക്കുന്നു? ഞാൻ നിന്നെ ദ്രോഹിച്ചോ? ഭർത്താവിനെ ദ്രോഹിച്ചോ? മോനെ ദ്രോഹിച്ചോ? പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കുന്നത്? അതിനൊക്കെ പകരം വീട്ടാൻ എനിക്ക് അറിയാവടി. എന്താ നീ എന്നെ പേടിപ്പിക്കാ? എടി, ഞാൻ നിന്റെ അമ്മായിമ്മയാ. നിന്റെ തരികട പരിപാടി എന്റെ അടുത്ത് എടുക്കാന്ന് വിചാരിച്ചോ? നോക്കട്ട, നിന്റെ കൊണ്ട ഞാൻ ചൂഴ്ന്നെടുക്കും. അമ്മ സംസാരിക്കല്ലേ അമ്മേ? എന്താ മാഡം ഒരുമാതിരി റൗഡികളെ പോലെ പെരുമാറുന്നേ? ഡാ, ഞാൻ നിന്നെ പോലുള്ളവനോട് റൗഡിത്തരം കാണിക്കൂടാ. എടി നോക്ക്, ഒരുപക്ഷെ നീ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ നീ ചെയ്ത ദ്രോഹത്തിനൊക്കെ തിരിച്ചിട്ട് നിനക്ക് അങ്ങോട്ട് കിട്ടുമ്പോ എന്റെ മോൾ അനുഭവിച്ച വേദനയുടെ 2 മടങ്ങ് നീ അനുഭവിക്കേണ്ടി വരും. അമ്മേ, കർമ്മ എന്ന് പറയണത് ഒരു ബൂമറാങ് പോലെയാടി. അത് തിരിച്ചങ്ങോട്ടും വരും.
ഇപ്പൊ നീ കാണുന്നതൊന്നും ശാശ്വതമല്ല. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവം അതിനുള്ള ശിക്ഷ തരൂടി.